സഹോദരന്മാര് ചിന്തിക്കണം. 100 പുസ്തകങ്ങളിലേക്ക് വായിക്കാൻ എന്റെ കയ്യിലുണ്ട്. അവരുടെ 100 പ്രസംഗങ്ങളും എന്റെ കൈവശമുണ്ട്. അതിലൊക്കെ പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും ചില പ്രഭാഷണങ്ങൾ, മൗലവിമാരുടെ പ്രസംഗങ്ങൾ. സുന്നികളായ നമ്മളെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തു അവർ. ഓർക്കണം നിങ്ങൾ, ഇത് അവരുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായ ജീവാത്മാവും പരമാത്മാവുമായ ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി രചിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മൾ ആരാണ്? മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. പോരാ, അബൂജഹലിനെ പോലെയാകുന്നു. പോരാ, നിർത്തിയില്ല, അബൂജഹലിനേക്കാളും കഠിനമായ മുശ്രിക്കുകളാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു ദിവസത്തിൽ 2, 3, 4 ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹല്, അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത് ഉൾപ്പെടെയുള്ള മുശ്രിക്കുകൾ അവർ ശിർക്ക് ചെയ്യുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മുജാഹിദുകളുടെ ജനറൽ സെക്രട്ടറി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിന്റെ വരികൾ എന്താണെന്നറിയോ? ഇതിൽ അവർ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ പാർട്ട് ടൈം മുശ്രിക്കുകളാണ്, എന്നാൽ കേരളത്തിലെ മുസ്ലിമീങ്ങളോ അവർ ഫുൾ ടൈം മുശ്രിക്കുകളാകുന്നു. ഫുൾ ടൈം മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 24 മണിക്കൂറും മുശ്രിക്കുകളാകുന്നു. മക്കത്തെ മുശ്രിക്കുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്തു പറഞ്ഞ മുശ്രിക്ക് തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബ്, അബൂജഹൽ ഉൾക്കൊള്ളുന്ന ആ മക്കയിലെ മുശ്രിക്കുകൾ പാർട്ട് ടൈം മുശ്രിക്കുകളെ ആകുന്നുള്ളൂ. ഓർക്കണം നിങ്ങൾ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഫുൾ ടൈം മുശ്രിക്കാണ്. നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. നമ്മൾ ഇസ്ലാമിൽ നിന്ന് ഈ ശിർക്ക് മാത്രം ചെയ്യുന്നവരാണ്. ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോയി കാഫിറായി, മുശ്രിക്കായി. ഞാൻ ചില മൗലവിമാരുടെ പ്രസംഗം കുളിക്ക് പിടിച്ചു തരാം. മുജാഹിദിന്റെ ഒരു നേതാവ് പറയുന്നത് കേട്ടോളൂ. മുസ്ലിമീങ്ങളായ നമ്മളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു അവർ എഴുതി വെച്ചിട്ട് അവർ പ്രസംഗിക്കുന്നത്. ഒന്ന് വെച്ചുകൊടുത്താൽ ഒരു മൗലവി പറയാ, ക്രിസ്ത്യാനി സുന്നി ക്രിസ്ത്യാനി സമമാകുന്നു. കേട്ടോളൂ. ഇസ്ലാമിന് കണക്കാ 2 വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ 2 വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒന്നാകുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ ക്രിസ്ത്യാനി സമം സുന്നി, ഇതാണ് ഇവരുടെ തിയറി. നിങ്ങൾ ഓർക്കണം, മുസ്ലിമീങ്ങളായ നമ്മൾ മുശ്രിക്കുകളും കാഫിറുകളുമാണ്. നമുക്ക് തൗഹീദില്ല, നമ്മൾ ശിർക്കിന്റെ വാഹകരാകുന്നു എന്നാണ് ഈ കക്ഷികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് തൗഹീദ് എന്ന് നമ്മൾ പഠിക്കണം. ഇസ്ലാമിലെ തൗഹീദ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാഹു. ഒരായത്തിൽ അങ്ങനെയാണ് അല്ലാഹു പറയുന്നു, ഈ അണ്ഡകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅല. ആ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. ആരാധനക്ക് തരപ്പെട്ടവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ഇബാദത്ത് അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക. ഇതാണ് തൗഹീദ്. ഇമാമുമാരെല്ലാവരും അത് പഠിപ്പിച്ചു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമത്തു തൗഹീദ് നമുക്കറിയില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയുള്ള മറ്റൊരു ശക്തിയില്ല എന്ന വിശ്വാസം. ഇതാണ് തൗഹീദ്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ഈ തൗഹീദ് മുസ്ലിമീങ്ങൾക്കില്ല എന്നാണ് കേരളത്തിലെ പുത്തൻവാദികൾ മുഴുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണിത്! മുസ്ലിമീങ്ങളായ അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന മുസ്ലിമീങ്ങളിലെ മൃഗീയ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയുള്ള മറ്റൊരു ശക്തിയില്ല, മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്ക് ആരാധിക്കാൻ പറ്റില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുക മാത്രമല്ല, ഈ ആശയം മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനം. നിങ്ങൾ ഓർക്കണം, ഈ അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഈ പ്രസ്ഥാനം സഹോദരങ്ങളെ തൗഹീദിന്റെ ആ സത്ത ഉൾക്കൊള്ളുന്ന വിഭാഗമാണ്. ആർക്കും അതിൽ സംശയം വേണ്ട. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹ എന്ന 114 അധ്യായങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന വലിയ ഒരാശയമുണ്ട്. എന്താണത്? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാം ഏതാണ് എന്ന് പഠിപ്പിക്കുന്ന സൂറത്താണത്. നമ്മളോട് അല്ലാഹു ആജ്ഞാപിക്കുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. 17 തവണ നിർബന്ധമായും നിങ്ങൾ പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുവേ, ഇഹ്ദിന, ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമാകുന്ന നേരായ മാർഗം, നേരായ പാന്താവ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി, അതിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്നിട്ടോ ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? അല്ലാഹു വിശദീകരിക്കുന്നു. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നത് അതാണ്. ഏതാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ശരിയായ ആശയങ്ങൾ? ഏതാണ്? അല്ലാഹു പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി അല്ലെങ്കിൽ പാന്താവ് എന്ന് പറയുന്നത് ഏതാ? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര സ്പഷ്ടമാണിത്! സുതാര്യമായ വിവരണമാണ് അല്ലാഹു നടത്തുന്നത്. യഥാർത്ഥ സ്വർഗത്തിലേക്ക് പോകുന്ന ആശയം, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാം അതേതാ? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതേതാണ് മാർഗം? അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. അല്ലാഹു അനുഗ്രഹിച്ചവരാരാ? അത് മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമ്മൾ പറയുന്ന മഹാത്മാക്കൾ, മഹത്തുക്കൾ, അവരുടെ മാർഗം, ആ മാർഗമാണ് ശരിയായ ഇസ്ലാം. സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാം ഏതാണ്? അത് ഈ മഹാത്മാക്കൾ പഠിപ്പിച്ചു തന്നതാണ്. അവർ കാണിച്ചു തന്ന, അവർ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താ? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാം പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു പറഞ്ഞത് എന്തല്ല? സിറാത്തുൽ ഖുർആനി വസ്സുന്ന എന്നല്ല, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ് എന്ന് അല്ലാഹു പറഞ്ഞില്ല.
ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നേർവഴി ഏതാണ് എന്ന് വിശദീകരിച്ചിടത്ത് അള്ളാഹു സ്വീകരിച്ച ശൈലി നമ്മൾ പഠിക്കണം. അള്ളാഹു പറഞ്ഞതെന്താ? സിറാത്തൽ ഖുർആനി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നല്ല. എന്താ കാരണം? ഖുർആനും സുന്നത്തും മോശമായത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. പിന്നെയോ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ല, ലോകത്തുള്ള ഏത് വിഭാഗം ആളുകളുണ്ടോ, ഇസ്ലാമിന്റെ ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന ഏത് വിഭാഗം ആളുകളുണ്ടോ, അവർക്കൊക്കെ അവകാശപ്പെടാം ഞങ്ങൾ ഖുർആന്റെ ആളുകളാ, ഞങ്ങൾ സുന്നത്തിന്റെ വാഹകരാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികളായ മുഴുവൻ കക്ഷികളും, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. പഴയ കാലത്തെ പോലെയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ 8 അല്ലെങ്കിൽ 10 ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ 8 or 10 ഗ്രൂപ്പുകളാകുമ്പോ ആ ഓരോ ഗ്രൂപ്പുകളും പറയുന്നത് എന്താണ്? ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ എന്ന അവകാശവാദമാണ് അവരും നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഓതുന്നത് എന്താ? ഓതുന്നത് ഖുർആനാണ്. പറയുന്നത് എന്താ? ഹദീസുകളാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവർ പറയുന്നത് എന്താ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളെ പിന്നാലെ കൂട്ടണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. എല്ലാ വിഭാഗം വിദഴികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വാദമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് മുസ്ലിം ലോകം വിധിയെഴുതിയ ഖാദിയാനികൾ, ആ ഖാദിയാനികളുടെ വാദം എന്താ? ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരും പറയുന്നവരും ഞങ്ങളാണ്, ഖുർആനും സുന്നത്തും ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിസ്കാരം 3 വഖത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചേകന്നൂരികൾ, അവരെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ എന്താ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇതിങ്ങനെ അങ്ങോട്ട് സലാഡ് അടിച്ചതാ, ഖുർആനും സുന്നത്തും കൂടി. അങ്ങനെയാണ് അവരുടെ പേരെന്നെ. അവർ പറയുന്നത് എന്താ? ഖുർആന്റെയും സുന്നത്തിന്റെയും ലേബിളിൽ ജീവിക്കുന്നവർ ഞങ്ങളാണ്. എല്ലാ വിഭാഗം വിദഴികളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഖുർആനിന്റെ സുന്നത്തിന്റെ ആളുകൾ ഞങ്ങളാണ്. ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുമെന്ന് ത്രികാലജ്ഞാനിയായ പടച്ച തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ലാഹു സിറാത്തൽ ഖുർആനി വസ്സുന്ന എന്നല്ല പറഞ്ഞത്, മറിച്ച് അല്ലാഹു പറഞ്ഞു ആ ഖുർആനും ആ സുന്നത്തും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിഞ്ഞു പോവുകയും ചെയ്ത മഹാരഥന്മാരില്ലേ, മഹത്തുക്കളില്ലേ, ആ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹത്തുക്കളില്ലേ, അവരുടെ മാർഗം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗം, അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ, അവർ ആചരിച്ച ആചാരങ്ങൾ, അവർ കാണിച്ചു തന്ന കർമ്മങ്ങൾ, അതാണ് ഇസ്ലാം, അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന പാത. പ്രിയപ്പെട്ടവരെ, ഈ പാതയുടെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിന്റെ വാഹകർക്ക് പറയുന്നതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന പേര്. ഇത് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നതിന്റെ ശേഷം ഇട്ട പേരല്ല, നാമകരണം ചെയ്തതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പേരാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം 73 വിഭാഗമാകും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, അതിൽ 72 വിഭാഗവും നരകത്തിലാകുന്നു. ഖാല റസൂലുള്ളാഹി. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പദപ്രയോഗം എന്താ?
സതഫ്തരിഖു ഉമ്മത്തി, എന്റെ ഉമ്മത്ത്. ഇമാം തഫ്താസാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു. എന്താണ് എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? എന്താണ് എന്റെ ഉമ്മത്ത്? അതെ, എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണെന്ന് പറയുന്നവർ, മുഹമ്മദ് നബിയുടെ അനുയായികളാണ് ഞങ്ങളെന്ന് പറയുന്നവർ, ആ ആളുകൾ, അതെ, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുന്നവർ, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണെന്ന് വാദിക്കുന്നവർ, നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണെന്ന് പറയുന്നവർ, ഞങ്ങൾ ജനങ്ങളെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്, ഞങ്ങൾ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവരാണെന്ന് പറയുന്നവർ, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അവർ ഹജ്ജ് ചെയ്യുന്നവരാണ്, അവർ പള്ളി ഉണ്ടാക്കുന്നവരാണ്, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ ഉമ്മത്തി, എന്റെ ഉമ്മത്താണവർ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ ഉമ്മത്ത് 72 വിഭാഗമായി നരകത്തിലേക്ക് പോകുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ നരകത്തിൽ പോകുന്ന ഈ 72 വിഭാഗവും ആരാ? നിസ്കരിക്കുന്നവരാ, നോമ്പനുഷ്ഠിക്കുന്നവരാ, പള്ളി ഉണ്ടാക്കുന്നവരാ, താടി വെക്കുന്നവരാ, സ്റ്റേജിലും പേജിലും ആയത്തുകളും ഹദീസുകളും ഇങ്ങനെ ഉദ്ധരിക്കുന്നവരാണ്. ഒക്കെ അവർ മുസ്ലിമിന്റെ ലക്ഷണങ്ങളുള്ള ആളുകളാണ്. പക്ഷേ എന്തു ചെയ്യാൻ? കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലേക്കാണ് പോകുന്നത്. ഖാല റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം പോകുമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ, മാ ഹാദിഹിൽ വാഹിദ, ആ ഒരു വിഭാഗം ആരാണ് നബിയെ? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അവിടെന്ന് പറഞ്ഞു, ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു വിഭാഗം ആരാ? അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. ഹിജ്റ 373 വഫാത്തായ ഹാഫിദ് അബുൽ ലൈസ് സമർഖന്ദി തന്റെ കിതാബു തംബീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരങ്ങളെ, അല്ലാമ അബുൽ ഫത്ഹ് ഷഹ്റസ്ഥാനി തന്റെ കിതാബുൽ മിലൽ വൻ നിഹൽ 1-ാമത്തെ വാള്യം 20-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തന്റെ അൽ മുൻഖിദ് മിനൽ ദലാൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ഒരുപാട് പണ്ഡിതന്മാർ ഇതേ പദപ്രയോഗമുള്ള ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ ആളുകൾക്ക് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേര് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പേരാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പര്യായമാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ പര്യായ നാമമാണ് അഹ്ലുസ് സുന്ന, സുന്നത്ത് ജമാഅത്ത്, സുന്നി എന്നൊക്കെ പറയുന്നത്. ഇത് ആമുഖമായി നമ്മൾ പഠിച്ചു വെക്കണം. ഈ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിൽ നിന്ന് സഹോദരന്മാരെ, ആ അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞല്ലോ. അഹ്ലുസ് സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ സ്ഥിതി എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ കാണാം, മൻ അഹദസ ഹദസൻ ഔ ആവാ മുഹദിസാ. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇസ്ലാമിൽ പാരമ്പര്യമായുള്ള ആശയങ്ങൾ, അതെ, ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആശയങ്ങൾക്കെതിരിൽ പുതിയ വാദം ഒരാൾ ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അവനെ നിങ്ങൾ കൈയൊഴിയണം, അവനെ നിങ്ങൾ തള്ളിമാറ്റണം, അവൻ അസ്വീകാര്യനാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവനുമായി ബന്ധം പാടില്ല, അവനെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഒരു ഹദീസ്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, മൻ അഹദസ ഹദസൻ ഔ ആവാ മുഹദിസാ. ഒരാൾ പുത്തൻവാദിയായി
അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു, സുന്നി അല്ലാത്തവനായി, ഔ ആവാ മുഹദിസ, അല്ലെങ്കിൽ അവൻ സുന്നി അല്ലാത്ത കക്ഷികളിൽ പെട്ടിട്ടൊന്നുമില്ല, ആള് ഓൻ സുന്നി തന്നെയാണ് എന്ന് അവൻ പറയുന്നത്, പക്ഷെ എന്തു ചെയ്തു? ഔ ആവാ മുഹദിസ, പുത്തൻവാദിയായ ആളുകൾക്ക് അഭയം നൽകി, അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു, അവർക്ക് ആവശ്യമായതൊക്കെ സഹകരിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്താലുള്ള ദുരന്തം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സർവശാപവും അവന്റെ മേലിലുണ്ട്. അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായവനാണവൻ. പോരാ, വലഅനത്തുൽ ലാഇനീൻ, ലോകത്തുള്ള എല്ലാ ശപിക്കുന്നവരുടെയും ശാപം അവനുണ്ട്. പോരാ, വൽ മലായിക, മലക്കുകളുടെ ശാപം അവനുണ്ട്. മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി കാരുണ്യ പ്രാർത്ഥന നടത്തുമെന്ന് ഹദീസിലുള്ളതാ. ആ പ്രാർത്ഥനയും ആ കാരുണ്യവും ഇവനിക്കില്ല. പുത്തൻവാദിയായവനില്ല, പുത്തൻവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തവനില്ല. റസൂലുള്ളാഹി പറഞ്ഞു, പോരാ, മലക്കുകളുടെ ശാപം മാത്രമല്ല, വന്നാസി അജ്മഈൻ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടെയുള്ള സുഹൃത്ത് നല്ലവരായ ആളുകൾ, ആ ആളുകൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങളുടെയും ശാപം പുത്തൻവാദിയായ ആളുകൾക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊരു ചെറിയ കാര്യമല്ല. ഫാഷന്റെ പേരിൽ, സൗഹൃദത്തിന്റെ പേരിൽ, റിലീഫ് കിറ്റുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി നാം ആദർശം മാറി മറ്റൊരു ആദർശം, സുന്നി അല്ലാത്ത ആദർശത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനുള്ള ദുരന്തമാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ ഒരു ഹദീസ് കൂടി പറയാം. ഇമാം ഇബ്നു മാജ തന്റെ സുനൻ, കിതാബു സുനനിൽ, സുനനു ഇബ്നു മാജ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചത് എന്താണെന്ന് അറിയാമോ? ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, പുത്തൻവാദിയായ വ്യക്തി, അവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സൗമൻ, അവൻ അനുഷ്ഠിക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. പുത്തൻവാദി നോമ്പ് അനുഷ്ഠിക്കൂല എന്നല്ല റസൂല് പറയുന്നത്. അവൻ നോമ്പ് അനുഷ്ഠിക്കും, പക്ഷേ അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, പുത്തൻവാദി നിർവഹിക്കുന്ന നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വദഖത്തൻ, അവൻ നിർവഹിക്കുന്ന സ്വദഖ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ സകാത്തും സംഭാവനയും സ്വദഖയും അല്ലാഹു സ്വീകരിക്കൂല. കഴിഞ്ഞില്ല, വലാ ഹജ്ജൻ വലാ ഉംറത്തൻ, അവന്റെ ഹജ്ജ് സ്വീകരിക്കില്ല, അവന്റെ ഉംറ സ്വീകരിക്കില്ല. വലാ ജിഹാദൻ, അവന്റെ ധർമ്മ സമരം സ്വീകരിക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് നിങ്ങൾ ഓർക്കണം, ഇതൊന്നും അവൻ ചെയ്യുകയില്ല എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. പിന്നെയോ അവിടുന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ അവൻ ചെയ്യും, പക്ഷേ ആ ചെയ്യുന്ന അമലുകളൊന്നും അല്ലാഹുവിന് വേണ്ട, അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ സ്വറുഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും പുത്തൻവാദിയിൽ നിന്ന്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികൾ ആരുണ്ടോ അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാ ഇത് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുന്ന ഈ ഹദീസ് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ സ്വഹീഹു സിത്തയിൽ
പെട്ട സുനനു ഇബ്നു മാജ എന്ന ഗ്രന്ഥത്തിന്റെ 51-ാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എനിക്ക് പറയാനുള്ളത്, നമുക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാംസ്കാരികമായി വ്യത്യസ്ത പാർട്ടികളിലും സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കാം ഇസ്ലാമിന് എതിരില്ലാത്ത കാലത്തോളം. പക്ഷേ ആദർശപരമായി, മതപരമായി, ആശയപരമായി സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയോ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു, അവൻ നരകത്തിലെത്തി. അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ, പുണ്യകർമ്മങ്ങൾ അത് അസ്വീകാര്യമാകുന്നു, തള്ളപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കാര്യം ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മഹത്വം. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ്. എന്താണ് തൗഹീദ്? ഇന്ന് അഹ്ലുസുന്നത്തിന്റെ എതിരാളികളായ സർവകക്ഷികളും പറയുന്നത്, സുന്നികളായ നമുക്ക്, മുസ്ലിമീങ്ങളായ നമുക്ക് തൗഹീദില്ല, നമ്മളൊക്കെ ശിർക്കിലാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണവർ.